ബിഗ് ബോസ് വീടിനകത്തേക്ക് പ്രവേശിച്ച പല വൈൽഡ് കാർഡ് എൻട്രീസിന്റെയും ടാർഗറ്റ് നമ്മുടെ അനീഷ് തന്നെയാണ്. അതിനെതിരെയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പൊ നമ്മുടെ ജിഷിന് അതിനെതിരെയുള്ള നീക്കങ്ങളുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. കാരണം സ്ട്രോങ് പ്ലേയേഴ്സിനെതിരെ തന്നെയാണല്ലോ ഗെയിം കളിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഈസി ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്നതിന് പകരം സ്ട്രോങ് ആയിട്ടുള്ളവരെ തന്നെ മുൻനിർത്തി കളിക്കുന്നതാണ് നല്ലത്. അതാവുമ്പോൾ പ്രേക്ഷകരുടെ പിന്തുണയും ഉണ്ടാകും. അനീഷിനെ മാത്രമല്ല അക്ബറിനെയും എല്ലാവരും ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ബിഗ് ബോസ് വീടിനകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഷാനവാസ്, അക്ബർ, അനീഷ്, അതുപോലെ തന്നെ അനുമോളൊക്കെയാണ്. ഇവരെ തന്നെയാണ് പുതുതായി എത്തിയവർ താഴ്ത്താൻ ശ്രമിക്കുന്നതും. എന്നാൽ ആദ്യം തന്നെ പലരും ടാർഗറ്റ് ചെയ്യുന്നത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അനീഷിനെ തന്നെയാണ്. വിശദമായി പറയുകയാണെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് ടാസ്ക് ഒക്കെ നൽകിയിരുന്നു. പുതുതായി എത്തിയ 5 പേരോട് നമ്മുടെ ബിഗ് ബോസ് ഒരുമിച്ചിരിക്കാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഈ 5 പേരും അറ്റത്തിരിക്കാൻ വേണ്ടി അനീഷിന്റെ അടുത്തേക്ക് വരികയായിരുന്നു. അനീഷിനോട് എഴുന്നേറ്റ് നൽകാനും പറഞ്ഞു. എന്നാൽ അനീഷ് ആ സീറ്റിൽ നിന്നും എഴുന്നേൽക്കാൻ തയ്യാറായില്ല. വേണമെന്നുണ്ടെങ്കിൽ നടുക്ക് പോയി ഇരിക്കൂ എന്ന് നമ്മുടെ അനീഷും പറഞ്ഞു. എന്നാൽ അവർ 5 പേരും അനീഷിന്റെ തൊട്ടടുത്തിരുന്ന് അനീഷിനെ വല്ലാതെ അങ്ങോട്ട് തള്ളി നീക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കണ്ടും സഹിച്ചും അനീഷിന്റെ സീറ്റിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ നെവിന് ടാസ്ക് ലെറ്റർ വായിച്ചു തുടങ്ങുകയായിരുന്നു. അപ്പൊ അനീഷിനെതിരെ നമ്മുടെ ജിഷിന് പറയുന്നുണ്ട്, നല്ലൊരു സദ്യ വിളമ്പി അറ്റത്തൊരു കാക്കാപ്പി ഉണ്ടായാൽ എങ്ങനെയുണ്ടാകും, അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ അരികിലിരിക്കുന്ന അനീഷിനെ എനിക്ക് തോന്നുന്നത്. അത് അത്രയുള്ളൂ, നീ ടാസ്ക് ലെറ്റർ വായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നെവിനോട് ജിഷിൻ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അനീഷിനെതിരെ ഇങ്ങനൊരു വാക്ക് ഉന്നയിച്ചത് വളരെ മോശമായി പോയി. എന്തായാലും ഇതൊക്കെ തന്നെയും അനീഷിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.